നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ആത്മരക്ഷ അവഗണിച്ചവരുടെ കരച്ചിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിക്ക് ഇരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രോതാക്കൾ യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരുടെ മധ്യയായിരുന്നല്ലോ യേശു കൂടുതലും പ്രവർത്തിച്ചത്. അപ്പോൾ യഹൂദന്മാരായ, അതായത് യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകളുടെ അവസ്ഥ പ്രത്യേകമായിട്ടും സുവിശേഷം അറിയിക്കുവാൻ ലോകം മുഴുവൻ പോകുമ്പോൾ അതിനെ അവഗണിക്കുന്ന യഹൂദരല്ലാത്ത ആളുകളുടെയും അനുഭവമാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇവിടെ പാപത്തെ സ്നേഹിച്ച് അല്ലെങ്കിൽ മതത്തെ സ്നേഹിച്ച് അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെയും ഒക്കെ സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ കഴിച്ച ആളുകൾ പ്രതികൂലം വന്നപ്പോൾ അവരെ യേശുവെ രക്ഷിക്കണമേ എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ഞാൻ തള്ളിക്കളയും. കാരണം അവർ അനീതിയാണ് സ്നേഹിച്ചത്. പക്ഷേ അവർ കരയുന്നത് അതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ അനീതിയെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ പാപത്തെ സ്നേഹിച്ചു, ഞങ്ങൾ മതത്തെയും മതനേതാക്കളെയും സ്നേഹിച്ചു, അതുകൊണ്ട് ഈ ശിക്ഷ ന്യായമാണ്, ഞങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് പറഞ്ഞ് മാത്രമല്ല അവർ കരയാൻ പോകുന്നത്. പിന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ദൈവരാജ്യത്തിൽ കിഴക്ക് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ, അതായത് ദൂരസ്ഥരായ ആളുകൾ, പുറജാതികളുടെ കാര്യമാണ് അത്. കാരണം പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്താലിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്നാണ്. അപ്പോൾ ഇവിടെ യഹൂദർ നോക്കുമ്പോൾ യഹൂദരല്ലാത്ത നാനാജാതി മതസ്ഥരായ ആളുകൾ, അവർ വളരെ ബഹുമാനിച്ചിരുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് ആരാധിക്കുകയാണ്, ചേർന്ന് അവർ സന്തോഷിക്കുകയാണ്. ഇത് കാണുമ്പോൾ വലിയ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്. ഇവിടെ തങ്ങളുടെ സുഖലോലുപത നിമിത്തം എല്ലാ സൗകര്യമുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, വാഹനത്തിന് വാഹനം, വീടിന് വീട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളുകൾ, അവർ ഈ ഭൂമിയിൽ വെച്ചൊരു കരച്ചിലിൻ്റെ ആവശ്യം അവർക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വേദോസം പറയുന്നത് അവർ ഒരിക്കൽ കരയുമെന്നാണ്. നമ്മൾ ധനവാന്റെയും ലാസറിൻ്റെയും ആ ഉപമയിൽ ധനവാൻ മരിച്ചിട്ട് മേലോട്ട് നോക്കിയെന്നൊരു വാക്യമുണ്ട്. അപ്പോൾ അബ്രഹാം പിതാവിനെയും മടിയിൽ ലാസറിനെയും കണ്ടുവന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും മരണശേഷം ആളുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. മനസാന്തരപ്പെട്ട യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ മുകളിൽ പ്രതീക്ഷയിലും, മനസാന്തരപ്പെടാത്ത ആളുകൾ ദൈവസന്നിധിയിൽ അവിടെ താഴെയുമായിരിക്കും. താഴെയുള്ള ആളുകൾ യാതന അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്. എന്നാൽ പ്രതീക്ഷയിലുള്ള ആളുകൾ അവർ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഇതാണ് യേശു പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു, അതായത് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. യേശു ഇഹലോകത്തിൽ പറഞ്ഞ എല്ലാം സത്യമായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിരിക്കുന്നത് കാണും, ശരിയല്ലേ? നടന്നു. ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ വരുന്നത് കാണും, ശരിയല്ലേ? അതെ. പത്രോസേ, നീ പോയി ഒരു ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മീൻ്റെ വായിലൊരു ചതുരമ്പണം ഉണ്ടായിരിക്കും. അത് നടന്നില്ലേ? തീർച്ചയായിട്ടും യേശു ഇഹലോകത്തിൽ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യേശു പറഞ്ഞത്
100% ശരിയായിരിക്കും. അല്ലാതെ അതിനകത്ത് അതിശയോക്തിയില്ല. മനുഷ്യനെ ഭയപ്പെടുത്താനോ അല്ലെ പ്രലോഭിപ്പിക്കാനോ ഒന്നും യേശു പറഞ്ഞിട്ടില്ല. മരണശേഷം മനുഷ്യന് ജീവിതമുണ്ട് എന്നുള്ളത് മറുവമലയിൽ യേശു തെളിയിച്ചു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷനായി. ഏലിയാവും മോശയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. പക്ഷേ അവർ മറുവമലയിൽ യേശുവിൻ്റെ അടുക്കലെത്തുകയാണ്. ഇതിൻ്റെ അർത്ഥം സകല മനുഷ്യരും, മരിച്ച സകലരും ജീവിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ആളുകൾ, മനസാന്തരപ്പെട്ട ആളുകൾ, ദൈവത്തെ സ്നേഹിച്ച ആളുകൾ ഉയർന്ന പർദീസയിലും അല്ലാത്ത ആളുകൾ താഴെയുള്ള യാതന സ്ഥലത്തുമാണ് കഴിയുന്നത്. ഇവിടെ യേശു പറയുകയാണ്, കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇന്ന് സുവിശേഷത്തെ പുച്ഛിക്കുകയും ദൈവദാസന്മാരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഉപദ്രവിക്കാൻ പറ്റിയാൽ അതൊരു മിടുക്കായി കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഇപ്പം ചിരിക്കുന്നവരായ നിങ്ങൾ കരയും, ഇപ്പം കരയുന്നവരായ നിങ്ങൾ ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നാളെ വലിയവായി കരയുന്നതിന് മുമ്പേ, നിത്യകാലം കരയാനിടയാകുന്നതിന് മുമ്പേ കർത്താവിൻ്റെ സന്നിധിയിൽ കരയുക, ആത്മാർത്ഥമായി കരയുക, പാപിയാണെന്ന് സമ്മതിച്ച് കരയുക. യേശുവെ എന്നെ രക്ഷിക്കണം എന്ന് കരച്ചിലോടുകൂടെ, യാതനയോടുകൂടെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും യേശു രക്ഷിക്കും. നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അനുഗ്രഹം ഈ ഭൂമിയിലുണ്ടാകും. മരണശേഷം കർത്താവ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്ന് മനസ്സിലാവും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.